നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ വിജയിച്ച് അജയ്യരായി നിൽക്കേണ്ട സാഹചര്യമുള്ള സമയമാണ് കോൺഗ്രസിന്. പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഈ 18 സീറ്റിനിടയിൽ കഴിഞ്ഞ വർഷത്തെ 19ാമത്തെ സീറ്റ് BJPയുടെ കയ്യിൽ ഏൽപ്പിച്ചതിൻ്റെ ദുരന്ത സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ തവണത്തെ ലീഡ് മുഴുവൻ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഭൂരിപക്ഷമായി മാറിയ അസാധാരണ സാഹചര്യം. അതിനെക്കുറിച്ചാണ് വലിയ വിമർശനങ്ങൾ വരുന്നത്. പാർട്ടിക്കും മുന്നണിക്കും, കോൺഗ്രസിനും മുന്നണിക്കും പുറത്ത് ഉള്ള വിമർശനങ്ങളൊക്കെ അവർക്ക് സഹിക്കാം. പക്ഷേ അകത്ത് നിന്നുകൂടി ഇത് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ കടുത്ത പ്രതിഷേധത്തിലാണ്. അദ്ദേഹത്തെ നേതാക്കൾ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാത്ത സാഹചര്യമുണ്ട്. അവസാനം K സുധാകരൻ, KPC പ്രസിഡന്റ് മുരളിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ താമസ സ്ഥലത്ത് വീട്ടിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ പിന്നെ വീട്ടിൽ പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വനവാസ പ്രഖ്യാപനത്തെ തടയാൻ വേണ്ടിയിട്ട് മുരളീധരനെ കാണാൻ സാക്ഷാൽ K സുധാകരൻ നേരിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. സുധാകരൻ മുരളീധരനെ കണ്ട് തിരിച്ച് വന്ന് വളരെ സന്തോഷകരമായി മുരളിയെ എന്ത് സ്ഥാനം വേണമെങ്കിലും, ഞാനിനി KPCC പ്രസിഡന്റ് കസേര വേണമെങ്കിലും കൊടുക്കാം, മുരളി കോൺഗ്രസിന് വേണം എന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. K സുധാകരൻ ഈ പറയുന്ന പോലെ തുറന്നിട്ട വാതിലിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടല്ല സാക്ഷാൽ VD സതീശൻ പ്രതികരിച്ചത്. സതീശൻ്റെ പ്രതികരണം ലേശം വ്യത്യസ്തമാണ്. സതീശൻ പറയുന്നത്, നിങ്ങൾക്ക് ചാനലുകാർക്ക് എന്തിൻ്റെ സൂക്കേടാണ്, ഞങ്ങൾ 18 സീറ്റിൽ വിജയിച്ച് നിൽക്കുകയാണ്, അപ്പോൾ ഒരു തൃശ്ശൂരിൻ്റെ കാര്യവും മുരളീൻ്റെ കാര്യവും പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണോ എന്ന് പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യമാണ് സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആര് പറഞ്ഞ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത്? അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവല്ലേ. അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? നിങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം പോലെ ഈ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. അതായത് 18 സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടിയ UDFന്റെ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുക. അത് ഒരു സംഘടിതമായ ഒരു അജണ്ടയാണ്. ഞാൻ അതിലൊന്നും വീഴില്ല, കെണിയിലൊന്നും വീഴില്ല. അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ലേ, ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നിങ്ങൾ അങ്ങനെ ഒരിക്കലും അത് ചെയ്യരുത്. ഇത്രയും വലിയ വിജയം 10 പേരാണ് 1 ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത്. അതിൽ 4 പേര് 2 ലക്ഷത്തിന് മീതെ, 2 പേര് 3 ലക്ഷത്തിന് മീതെ ഉജ്ജ്വലമായ വിജയമാണ്. ആ വിജയത്തിന്റെ ഗ്രേസുകളല്ലേ. തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുത്തരിയാണ്. ആ തോൽവി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും തോറ്റിട്ടുള്ളതല്ലേ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ എന്തിനാ ഇത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. 18 സീറ്റിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു മുന്നണി, എന്താണ് അതിൻ്റെ നേതാവ് ഇങ്ങനെ പറയുന്നത്? UDFൻ്റെ ചെയർമാൻ കൂടിയായ VD സതീശൻ ഇങ്ങനെ അനിഷ്ടത്തോടെ സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ പിന്നിൽ ചില കഥകളുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിലേക്കാണ് ഈ വീഡിയോ കടന്നു ചെല്ലുന്നത്. K മുരളീധരൻ തൃശ്ശൂരിൽ പരാജയപ്പെടുന്ന സാഹചര്യം വലിയ ദുരന്താത്മകമാണ്. കാരണം ഏതോ വട്ടിയൂർക്കാവിൽ സമാധാനപരമായി സ്വന്തമായ നിയോജകമണ്ഡലത്തിൽ സ്വസ്ഥമായി കഴിഞ്ഞു പോന്നിരുന്ന ഒരാളായിരുന്നു സാക്ഷാൽ മുരളീധരൻ. അങ്ങനെയുള്ള മുരളീധരനെ നിർബന്ധിച്ചു കൊണ്ടുപോയി വടകരയിൽ നിർത്തി, അത് പിടിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ട് വടകര പിടിച്ചെടുത്തു. അവിടെ നിന്ന് നല്ല വൃത്തിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2011 വന്നത്. അപ്പം മുരളിയോട് പറഞ്ഞു, നിങ്ങൾ നിയമം പിടിച്ചെടുക്കാൻ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ റിസ്ക് എടുത്ത് മൂപ്പര് നേമത്ത് പോയി. അവിടെ 3ാമത് എത്തി, തോൽവി ഏറ്റുവാങ്ങി. നേമത്ത് നിന്ന് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളാണ് കേട്ടോ. അവിടെ നേമത്ത് LDFൻ്റെ CPMൻ്റെ V ശിവൻകുട്ടിയാണ് വിജയിച്ചത്. അവിടുന്ന് നേരെ അദ്ദേഹം സ്വസ്ഥമായി 5 കൊല്ലം പൂർത്തിയാക്കി. MP സ്ഥാനം ഉണ്ടല്ലോ വടകരയിൽ. അത് കഴിയുമ്പം മുരളീധരനോട് പറഞ്ഞു, നിങ്ങൾ നേരെ തൃശ്ശൂർ പോകണം, എന്നിട്ട് തൃശ്ശൂർ BJP ജയിക്കാനുള്ള സാഹചര്യമുണ്ട്, അവിടെ അത് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ മുൻ MP TN പ്രതാപൻ്റെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റി, പ്രതാപനെ മാത്രം വെട്ടിമാറ്റി അവിടെ നമ്മുടെ K മുരളീധരനെ മത്സരിപ്പിക്കാൻ എത്തിച്ചു. മുരളി അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായി, സംഗതി അത്ര എളുപ്പമല്ല, എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കാൻ മതി എന്ന് മുരളി വിചാരിച്ചിരിക്കുമ്പോഴാണ് അടിയെ വാരിക്കൊണ്ട് ആൾക്കാർ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. മുരളി 3ാമതെത്തി. CPIയുടെ VS സുനിൽകുമാർ 2ാമതും എത്തി. സംഗതി അത്ര പന്തിയല്ല എന്ന് മുരളീധരൻ അന്നേ KPCC യോഗത്തിലൊക്കെ പറഞ്ഞതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണല്ലോ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. ഈ ഫലം വന്നതിന് ശേഷം നാട്ടുകാരും ആലോചിക്കുമ്പം മനസ്സിലാവുന്നത്, മുരളീധരൻ ഇങ്ങനെ റിസ്ക് ഉള്ളിടത്തൊക്കെ ഇട്ടുകൊടുത്ത് എവിടെയെങ്കിലും കുഴിയിൽ വീഴും എന്ന് വിചാരിച്ച് പറഞ്ഞേക്കാണോ എന്ന സംശയം ആളുകൾക്കുണ്ടാവും. കാരണം ഓരോ സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞേക്കാണല്ലോ. എന്നിട്ട് റിസ്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് മുരളീധരനെ ഇങ്ങനെ സഹായിക്കുന്നത്. എന്നാൽ ഒരു സാധ്യത വരുമ്പോൾ സഹായിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് മുരളീധരന് കാര്യം മനസ്സിലായി, ഇത് തന്നെ ആരോ പറ്റിക്കാൻ, ഏതൊക്കെയോ ശക്തികൾ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണെന്ന് മുരളീധരന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് മുരളീധരൻ, ഇനി ഞാൻ രാഷ്ട്രീയ പരിപാടി പ്രവർത്തനം തന്നെ നിർത്തുകയാണ്, തൽക്കാലം ഇനി മത്സരിക്കാനൊന്നുമില്ല, ഞാൻ സ്വസ്ഥമായി വീട്ടിലിരുന്നോളാം എന്ന് പറഞ്ഞ് മുരളീധരൻ പിൻവാങ്ങുന്നത്. ഈ പ്രഖ്യാപനം തന്നെ നമ്മുടെ സുധാകരനും സതീശനും ഉള്ള ഒരടിയാണ്.
വി.ഡി. സതീശനും സുധാകരനും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്ന സമയത്താണ് വലിയ വിജയങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നത്. തോറ്റിട്ടേയില്ല വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവുമ്പോൾ. പക്ഷേ ഓരോ വിജയത്തിൻ്റെ ഒപ്പം ഓരോ തിരിച്ചടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പുതുപ്പള്ളി ആയാലും അത് കഴിഞ്ഞ് പുതുപ്പള്ളി എന്നൊക്കെ വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിലാണ് സുധാകരനും സതീശനും പരസ്യമായി തന്നെ തമ്മിൽ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ തൃശ്ശൂരിലെ തോൽവിയുടെ പേരിൽ 18 സീറ്റിലെ വിജയത്തിൻ്റെ സാഹചര്യത്തിൽ സതീശൻ ഇങ്ങനെ നിൽക്കുന്നത്. മുരളീധരനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് അദ്ദേഹം ദില്ലിയിലേക്ക് പറഞ്ഞയച്ച സമയത്ത് സംശയിച്ചിട്ടുണ്ടാവണം. ഇപ്പോൾ അവിടെയും കട്ട് ചെയ്ത് തൃശ്ശൂരിലേക്ക് പറഞ്ഞു വിട്ടപ്പം തൃശ്ശൂരിലുണ്ടായ പരാജയത്തിൻ്റെ സാഹചര്യത്തിൽ ഇനി മറ്റ് വഴികളൊന്നുമില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ അതിലും അദ്ദേഹം സംശയം കാണുക. കാരണം ഇനിയിപ്പോൾ സംസ്ഥാനത്ത് നിൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടോ? അപ്പോഴാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള ചാൻസ് മുന്നിലേക്ക് വരുന്നത്. കാരണം രാഹുൽ ഗാന്ധി വയനാടാണ് രാജിവെക്കുക, റായ്ബറേലിയാണ് നിലനിർത്തുക എന്നുള്ള വാർത്തകളുണ്ട്. മറ്റൊരു സംഭവം പാലക്കാടാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ പാലക്കാട് സീറ്റ് ഒഴിവരികയാണ്. നിയമസഭയിലേക്ക് ഒരു മത്സരം വരും. അപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയെ വേണം. പാലക്കാട് സ്ഥാനാർത്ഥിയെ വേണം, നമ്മുടെ വയനാട്ടിലും സ്ഥാനാർത്ഥിയെ വേണം. വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ വേണം എന്നുള്ള ആലോചനകൾ വരുമ്പം മുരളീധരനെ ഇനി എങ്ങാനും അവിടെ പരിഗണിക്കുമോ എന്ന് വിചാരിച്ചിട്ടൊന്നറിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യം തന്നെ അവിടെ ചെക്ക് വെച്ചു. പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വയനാട്ടിൽ ഇനി മുരളീധരൻ വരുമ്പോൾ ഉണ്ണിത്താൻ്റെ പ്രശ്നം ഒരു ഭാഗത്തുണ്ടാവും. ഇനി അപ്പോൾ പാലക്കാട്ടേക്കോ? മുരളീധരന് പാലക്കാട്ട് ഒരു കണ്ണുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്ന മറ്റ് ചില വാർത്തകൾ. പാലക്കാടാണെങ്കിൽ സ്വാഭാവികമായി വരുന്ന ഒരു സാധ്യതയാണ്. മുരളീധരനാണെങ്കിൽ അവിടെ ഫിറ്റ് ആയിരിക്കും എന്ന് എല്ലാ തരത്തിലും മുരളീധരൻ്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സാമുദായികമായ എതിർപ്പുണ്ടാവില്ല. ഇനി ലീഗിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ഇപ്പം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. വേറെ കോൺഗ്രസ്സിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. മുരളീധരൻ ഒരു വലിയ നേതാവാണ്. അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. BJP ആണ് പ്രധാനപ്പെട്ട എതിരാളി. അപ്പോൾ പിന്നെ മുരളീധരൻ അവിടെ പറ്റിയ ആളാണ്. നേമത്തും വടകരയിലും തൃശ്ശൂരും ഒക്കെ BJPയെ നേരിടാനൊക്കെ പറ്റിയ ആളാണ് മുരളിയെങ്കിൽ എന്തുകൊണ്ടാണ് പാലക്കാട് പറ്റാത്തത്? അതെന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പോഴാണ് സതീശൻ ക്യാമ്പ് മറ്റു ചില പേരുകൾ മുന്നോട്ട് വെക്കുന്നതായി വാർത്തകൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനകളുണ്ട്. വേണമെങ്കിൽ VT ബൽറാമിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാം എന്നൊക്കെയുള്ള വാർത്തകളാണ് പലയിടത്തും വരുന്നത്. ആ വാർത്തകൾക്കൊക്കെ പിന്നിൽ അവിടെ മുരളീധരന് ചെക്ക് വെക്കാനുള്ള പരിപാടിയാണ് എന്നാണ് നമ്മുടെ വാർത്തകളിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിലാക്കൽ. മുരളീധരനെ എന്തിനാണ് അവിടെ ചെക്ക് വെക്കുന്നത്? മുരളീധരൻ പാലക്കാട് നിന്ന് ജയിച്ചു പോയാൽ പിന്നെ അടുത്ത പ്രാവശ്യം അവിടെ തന്നെ ആയിരിക്കും. സ്വാഭാവികമായി കേരള രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായി മുരളീധരൻ ഇപ്പം തന്നെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്ത ഹീറോയിസം കോൺഗ്രസിനകത്തുണ്ട്. അതുകൊണ്ടുകൂടി അദ്ദേഹം ഇനിയും MLA ആയി നിയമസഭയിൽ എത്തിയാൽ ഉണ്ടാവാൻ പോകുന്ന പുകിലി ചെറുതായിരിക്കില്ല. ഇനി ഒരുപക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയുടെയോ പാർലമെൻ്ററി പാർട്ടിയുടെയോ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ പറ്റാവുന്ന വിധത്തിൽ ഉയർച്ചയുള്ള ഒരു നേതാവായി മുരളീധരൻ മാറിയിട്ടുണ്ട്. ആ ഒരു ഘട്ടം വന്നാൽ എന്തു ചെയ്യും? അപ്പോൾ മുരളീധരനെ അവിടെ നിയമസഭയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൊടുവാളായി മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വാളായി സതീശൻ്റെ ഒക്കെ മുകളിലുണ്ടാവും. മുരളീധരൻ ക്യാമ്പ് ചോദിക്കുന്നത് റിസ്ക് ഉണ്ടാകുമ്പോൾ മാത്രം മുരളി മതി, സാധ്യതകൾ തുറന്നു വരുമ്പോൾ മുരളി വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. കാരണം റിസ്ക് ആണല്ലോ. എവിടെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകര കൊണ്ടുപോയി റിസ്ക് പരിഹരിച്ചു, അത് കഴിഞ്ഞ് നേമത്ത് കൊണ്ടുപോയി റിസ്കിന്, അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ കൊണ്ടുപോയി. അങ്ങനെ റിസ്ക് ഉണ്ടാകുമ്പോൾ മാത്രം മുരളി അവിടെ പോയിട്ട് തോറ്റു കഴിഞ്ഞാൽ അങ്ങ് പോട്ടെ എന്നാണോ? നേരെ മറിച്ച് ഒരു സാധ്യത തുറക്കുമ്പോഴോ? പാലക്കാട് ഒരു സാധ്യത തുറക്കുകയാണല്ലോ. അപ്പോൾ മുരളി എല്ലാ തരത്തിലും നമ്മൾ പറഞ്ഞ പോലെ ഫിറ്റാണ്. പിന്നെ എന്തുകൊണ്ട് റിസ്ക് ഉണ്ടാകുന്ന സമയത്തല്ലാതെ ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ മുരളിയെ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പാലക്കാട്ടിൻ്റെ സാഹചര്യം കോൺഗ്രസിൽ മറ്റൊരു പ്രതിസന്ധിക്ക് വഴി തുറക്കുന്നത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ വാർത്തകൾ വരുന്നത് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് രമ്യ ഹരിദാസിനെ കുറിച്ച് ആലോചിക്കുന്നു. അവർ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ പരിചിതയായ മുഖമാണ്. അപ്പോൾ അവിടെ ഇനി സ്ഥാനാർത്ഥിയാക്കിയാൽ ആലപ്പുഴയിൽ നിന്ന് മുമ്പുണ്ടായ ഒരു റിസൾട്ട് ഉണ്ട്, അതുപോലെ നമുക്ക് ലഭിക്കുമെന്നാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിച്ച് തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ച ചരിത്രമുണ്ടല്ലോ. പിന്നീട് സംഭവിച്ചില്ല എന്നേ ഉള്ളൂ. അതുപോലെ സമാനമായ ഒരു രീതിയിൽ രമ്യ ഹരിദാസിനെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ പാലക്കാട് എന്തുകൊണ്ട് മുരളിയെ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ചോദിക്കുന്നത്. വയനാട്ടിൽ ഇനി രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വേറെ ആരെങ്കിലും ആലോചിക്കാമല്ലോ. എന്തായാലും ഈ സംഘർഷത്തിനിടയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സതീശൻ്റെ മനസ്സിലെ സംഘർഷത്തിൻ്റെ തുടർച്ചയായി 18 സീറ്റിൽ ജയിച്ച ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഏതോ ഒരു സീറ്റിലെ തോൽവിയെക്കുറിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന ചോദ്യം ഉരുത്തിരിഞ്ഞത്. അത് പരസ്യമായി അദ്ദേഹം മാധ്യമങ്ങളോടുള്ള ക്ഷോഭമായി പ്രകടിപ്പിച്ചത്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ച് പെട്ടെന്ന് പോകാം. കാരണം ഈ ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് പാലക്കാടിൻ്റെ സ്ഥിതി
സ്ഥിതി എന്താണ് എന്ന്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അറിയുന്നത് പോലെ തന്നെ ഷാഫി പറമ്പിലാണ് വിജയിച്ചത്. രണ്ടാം സ്ഥാനത്ത് BJP ആണ്, ഇ ശ്രീധരനാണ്. BJPയുടെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ വലിയ റിസ്ക്കാണ്. കാരണം ഭൂരിപക്ഷം അത്ര അധികമുള്ള സാഹചര്യമല്ല. മാത്രമല്ല ക്രോസ് വോട്ടിംഗ് നടന്ന് കോൺഗ്രസ് CPMൻ്റെ ക്രോസ് വോട്ടിങ്ങിലൂടെ അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ് എന്ന് CPM നേതാക്കൾ തന്നെ NN കൃഷ്ണദാസും AK ബാലനൊക്കെ പറയാതെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഘട്ടത്തിലാണ് പാലക്കാട് വരുത്തി വച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഷാഫി പറമ്പിൽ വടകര പോയി, അദ്ദേഹം ഉജ്ജ്വലമായി അവിടെ ജയിച്ചു. അപ്പോൾ വരുന്ന ഒഴിവ് എന്നുള്ള നിലയിലാണ് പാലക്കാട് വരുന്നത്. പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിച്ചതിന് ശേഷം 3 തവണയായി മത്സരിക്കുന്നു. ആ മണ്ഡലത്തിലെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. 2011 ഷാഫി പറമ്പിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 7403 അന്ന് CPM ആണ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത്. KK ദിവാകരനാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്ന് 2014 റിസൾട്ടാണ്. 2014 ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാവുകയാണ്. BJPയുടെ ശോഭാ സുരേന്ദ്രൻ 2016 ആദ്യമായി BJP രണ്ടാമതെത്തിച്ചു. അന്ന് 17,483 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിലിന് ഉണ്ടായത്. എന്നാൽ 2021 ചില്ലറ കളിയായിരുന്നില്ല. ഇ ശ്രീധരനെ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന മട്ടിൽ പോലും BJP അവതരിപ്പിച്ച ആളാണ് ഇ ശ്രീധരൻ. ഓഫീസ് പോലും എടുക്കാൻ പോവാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന തമാശയൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്തായാലും മെട്രോമാൻ ഇ ശ്രീധരൻ രണ്ടാം സ്ഥാനത്തെത്തിയ തെരഞ്ഞെടുപ്പിൽ വെറും 3859 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി അവിടെ നിന്ന് കടന്നുകൂടുന്നത്. CP പ്രമോദാണ് CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നത്, 3-ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥി. അതുകൊണ്ട് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 3859 വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് BJP നിൽക്കുന്ന മണ്ഡലമാണ്. വലിയ റിസ്ക്കാണ്. മുരളിയെപ്പോലെ ഒരു വലിയ നേതാവിനെ അവിടെ കൊണ്ട് നിർത്തിയാൽ മാത്രമാണ് എളുപ്പത്തിൽ വിജയിച്ച് കയറുക എന്നുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. പക്ഷേ VD സതീശൻ്റെ ക്യാമ്പ് നിർദ്ദേശിക്കുന്നത്, വാർത്തകൾ വന്നു തുടങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ അവിടെ നിർത്താമെന്നാണ്. പ്രത്യേകിച്ചും വടകരയിൽ രാഹുൽ മാങ്കൂട്ടമായിരുന്നു അവിടെ കോർഡിനേറ്റർ എന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത്. അവിടെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം പാളിയതും അത് വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണത്തിൻ്റെ വഴി സ്വീകരിച്ചതും എല്ലാം നമ്മൾ കണ്ടതാണ്. ശൈലജ ടീച്ചർക്കെതിരായ വലിയ പ്രചരണങ്ങൾ നമ്മൾ കണ്ടതാണ്. മതത്തെ വലിച്ചഴിച്ചുകൊണ്ടുള്ള പ്രചരണം നമ്മളൊക്കെ അവിടെ കണ്ടതാണ്. പാലക്കാട് തികച്ചും വ്യത്യസ്തമായൊരു തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. അവിടെ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ CPMൻ്റെ സമീപനം പ്രധാനമായിരിക്കും. CPMൻ്റെ ഈ ക്രോസ് വോട്ടിംഗ് സാഹചര്യം അവിടെ ഉണ്ടാകുമ്പോൾ പ്രധാനമായിരിക്കും. മാത്രമല്ല CPM മറ്റൊരു വലിയ നേതാവിനെ മത്സരിക്കാൻ ഇറക്കുവാൻ ആലോചിക്കുന്നുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. ആ സാഹചര്യത്തിൽ വോട്ടിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. പിന്നെ നിയമം പോലെ പിടിച്ചെടുക്കാനുള്ള ഒരു ഇടപെടലായി CPM ഇറങ്ങി തിരിച്ചാൽ അതും കോൺഗ്രസിന് തിരിച്ചടിയാകും. കാരണം കയ്യിലുള്ള ഒരു സീറ്റാണ്. CPM ആണെങ്കിൽ ഇങ്ങനെ തട്ടിമുട്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി 99 നിന്നും ഓരോ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും 100 ആക്കും എന്ന് പറയുന്നതല്ലാതെ അവർ ഇതുവരെ എത്തപ്പെട്ടിട്ടില്ല. ആലത്തൂർ ഇനി നിലനിർത്തേണ്ട സാഹചര്യവും അവർക്കുണ്ട്. അവർക്കും വെല്ലുവിളിയാണ്. ആലത്തൂർ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും പാലക്കാട് പിടിച്ചെടുത്താൽ മാത്രമേ 100 ആക്കാൻ കഴിയുള്ളൂ. ഇനി ആലത്തൂരും പാലക്കാടും പരാജയപ്പെട്ടാൽ 98ലേക്ക് ഇടിയും എന്നുള്ള സാഹചര്യവും നിയമസഭയിൽ CPMനെ സംബന്ധിച്ചുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. UDFനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സീറ്റാണ്. അതുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ യങ്ങായ ഒരു നേതാവിനെ, അതിനപ്പുറത്ത് മറ്റൊരു ലേബലിൽ വടകരയിൽ പ്രവർത്തിച്ച് പുറത്തു വന്ന ഒരു നേതാവിനെ അവിടെ അവതരിപ്പിച്ചാൽ ഉണ്ടാകാനിടയുള്ള ചില ബുദ്ധിമുട്ടുകൾ കൂടി ആലോചിക്കേണ്ടി വരും. മാത്രമല്ല മുരളിയെപ്പോലെ തുറന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു നേതാവിനെ അവിടെ ഇറക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. തൃശ്ശൂരിൽ നിന്ന് മുരളിയുടെ പരാജയത്തിന് കാരണമായവരെ കണ്ടെത്തുക, അതിൽ പാർട്ടി നടപടികൾ കൈക്കൊള്ളുക എന്നതിനൊക്കെ അപ്പുറത്ത് മുരളിയെ സമാശ്വസിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുരളി ഈ വനവാസം തുടരുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ഇപ്പം തന്നെ BJPയിലാണ്. അദ്ദേഹം മാധ്യമങ്ങളോടും രാഷ്ട്രീയമായുള്ള പ്രതികരണങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയുമാണ്. ഇത് നീണ്ട കാലത്തേക്ക് തുടരുമ്പോൾ കോൺഗ്രസിനെ നിരന്തരം വേട്ടയാടാനിടയുള്ള മറ്റൊരു വാർത്ത ഒഴുകാനുള്ള ചാൻസുമുണ്ട്. എപ്പോഴാണ് മുരളി BJPയിലേക്ക് പോവോ ഇല്ലയോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾക്ക് ഇനിയും സ്കോപ്പ് വരും. കാരണം അദ്ദേഹം അതൃപ്തനായി മാറി നിൽക്കുകയും സഹോദരി BJPയിൽ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ എന്തായാലും മുരളിക്ക് കൃത്യമായ അക്കോമഡേഷൻ പെട്ടെന്ന് തന്നെ കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസിൽ അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ്. അത് പാലക്കാടായിരിക്കുമോ, ഇനി അതല്ല വയനാട്ടിലെ കുറിച്ച് ആലോചിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. നന്ദി, നമസ്കാരം.